പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ പഠിപ്പിക്കുകയാണ്. ആദരവായ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാദാ സീത വ്യക്തിയാണെന്ന് പറയരുതേ. അങ്ങനെ പറയുന്ന ബിദ്അത്തിന്റെ വലാലത്തിന്റെ വക്താക്കളോടൊപ്പം മുസ്ലിമത്തെ നീ ചേരരുതേ. ആഖിബത്ത് മോശമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ലോകരെ പഠിപ്പിക്കുകയാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുകയാണ്. ഇദ ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഇതാ ഒരു പ്രവാചകരെ അവരിലേക്ക് നാം നിയോഗിക്കുകയാ. ആ പ്രവാചകൻ അവരിലേക്ക് ചെന്നുകൊണ്ട് അവരെ സംസ്കാരമുള്ളവരാക്കുകയാണ്. കള്ളിനും ലഹരിക്കും അടിമപ്പെട്ടതാകുന്ന സമൂഹമായിരുന്നു ല്ലോ 6-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമികമാകുന്ന ദഅവത്തുമായി കടന്നു ചെല്ലുമ്പോ ആ സമൂഹം മുഴുവനും അന്ധകാരത്തിലാണ്, മോശപ്പെട്ടതാകുന്ന പ്രവണതയിലാണ്. ആ സമൂഹത്തെ സമുദ്ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനുമായി കടന്നു ചെല്ലുകയാണ്. ലിയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ സമൂഹത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരെ അല്ലാഹുവിൻ റസൂല് തസ്കിയത്ത് ചെയ്യുകയാ, അവരെ സംസ്കരിക്കുകയാണ്. അവരെ ഖുർആൻ ഓതിക്കൊണ്ട് അവരെ സൽപാന്താവിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ചുയർത്തുകയാണ്. കള്ള് കുടിച്ചുകൊണ്ടിരുന്ന സമൂഹമാണ്, വ്യഭിചരിച്ചുകൊണ്ടിരുന്ന സമൂഹമാണ്. മോശപ്പെട്ട തരത്തിലേക്ക് സർവ്വസമയവും യുദ്ധം പ്രഖ്യാപനം നടത്തിക്കൊണ്ട് വഴക്കടിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന സമൂഹമാ. എപ്പോഴും വഴക്കാണ്, പ്രശ്നമാണ്. ആ സമൂഹത്തെ അല്ലാഹുവിന്റെ റസൂല് സമുദ്ധരിക്കുകയാണ്. അവസാനം ഖുർആൻ തന്നെ ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കുന്തും ഖൈറ ഉമ്മ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദ്ധാരണത്തിലൂടെ നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തന്നെ പരിശുദ്ധമായ ഖുർആനിലൂടെ വ്യക്തമായി സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമുദായമാണ്. കാരണം സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാകുന്ന പ്രവാചകരുടെ അനുയായികളല്ലേ, അഷ്റഫുൽ ഖൽഖിൻ്റെതാകുന്ന സമുദായമല്ലേ, നിങ്ങൾ ഏറ്റവും ഉത്തമരായ സമുദായമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ നിലയിൽ ജനങ്ങളെ മാറ്റം വരുത്തി ആര്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് നടന്ന ആളുകളാണ്. സ്ത്രീകളെ കുടിച്ചു മൂടിപ്പെട്ടിരുന്ന സമൂഹമായിരുന്നു. ഒരു പെൺകുട്ടിയാണെന്ന് ജനിച്ചതെന്നറിഞ്ഞാൽ മുഖം വാടും, വാപ്പയുടെ മുഖം മാറും. അക്കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദാ, നിങ്ങൾക്ക് പ്രസവിക്കപ്പെട്ടത്, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചിട്ടത് ഒരു പെണ്ണാണ് എന്ന് ഭർത്താവിനോട് സന്തോഷ വാർത്ത അറിയിച്ചാൽ ളല്ല വജ്ഹുഹു മുസ്വദ്ദാ, മുഖം മാറുകയാണ്, കറുക്കുകയാണ്. മുഖം കറക്കുമായിരുന്നു. എന്നിട്ടോ ആ പെൺകുട്ടിയെ ജീവനോടുകൂടി പച്ചയ്ക്ക് കുഴിച്ചിടും, കുഞ്ഞു പൈതലിനെ കുഴികുത്തിയിട്ട്. അങ്ങനെ ഒരു സമൂഹമായിരുന്നു. അവിടുന്ന് അല്ലാഹു മാറ്റി പെൺകുട്ടികൾക്ക് വിജ്ഞാനം കൊടുക്കണമെന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കാൻ പറഞ്ഞു. അവരെ ഖുർആൻ പഠിപ്പിക്കാൻ പറഞ്ഞു. അവരെ ദീനി ബോധമുള്ളവരാക്കാൻ പറഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾക്ക് ആദ്യമായി തന്നെ ഒരു പെൺകുട്ടി ജനിച്ചാൽ അത് ഖൈറാൻ യഹബു ലിമൻ യശാഉ ഇനാസാ,
ആദ്യത്തെ കൺമണി പെണ്ണായവർക്ക് പ്രത്യേകം ബറക്കത്താണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്തിനാ? പെണ്ണിനെ കണ്ടുകൂടായിരുന്നു ഉപ്പമാർക്ക്. അങ്ങനെ ഒരു തലമുറയിൽ ഖുർആൻ പരിവർത്തനം മാറ്റുകയാണ്. ആണ് മോശമായിട്ടല്ല, പിന്നെന്താ? പെണ്ണ് പ്രസവിച്ചാൽ മുഖം വാടിയിരുന്ന ഉപ്പമാരെ നോക്കിയിട്ട് ഖുർആനിന്റെ ആയത്തിറങ്ങാണ് എന്ത്? അള്ളാഹു ഒരു വ്യക്തിയെ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആദ്യം കൊടുക്കുന്ന കുട്ടി ആരായിരിക്കും? പെണ്ണായിരിക്കും. എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടിയാൽ സന്തോഷിച്ചോ എന്നർത്ഥം. പെൺകുട്ടികളുള്ളവരുണ്ട്, ആദ്യത്തെ കൺമണി പെൺകുട്ടികളുള്ളവരെന്ന് കൈയുയർത്തിക്ക്. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആൺകുട്ടികളുള്ളവർ കൈയുയർത്തിക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുട്ടികളില്ലാത്തവർക്കും അള്ളാഹു സാലിഹീങ്ങളാകുന്ന മക്കളെ അള്ളാഹു നസീബാക്കട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഉണ്ടാ അപ്പൊ പെൺകുട്ടികൾ കൊടുക്കുന്ന സ്ഥാനം ഇവിടെ ഇപ്പോഴും ചില ആളുകൾ വാദിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ല. വാദിക്കുന്നുണ്ടോ? ഇല്ല, നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ്. പഠിക്കണം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ മതം ഒരേ ഒരു മതം, ഇത് പരിശുദ്ധ ഇസ്ലാമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷമാണ് സംഭവം. മാത്രമല്ല ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവൾക്ക് ആത്മീയവുമാകുന്ന അറിവ് ലഭിച്ച് അവളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലുതാക്കി വിവാഹം ചെയ്തയച്ചാൽ 3 പെൺകുട്ടികളുടേതാകുന്ന വിവാഹം ആ രീതിയിൽ നടത്തിയാൽ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ഒരു സ്വഹാബി വര്യൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഇസ്നൈനി യാ റസൂലല്ലാഹ്, 2 പെൺകുട്ടികളെ ആ രീതിയിൽ തന്നെ വിവാഹം ചെയ്തയച്ചാൽ, അഥവാ നല്ലതുപോലെ വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഒരു പുതിയാപ്പിളയെ കണ്ടെത്തിക്കൊണ്ട് വിവാഹം ചെയ്തു കൊടുത്താൽ അവർക്കും സ്വർഗം കിട്ടുമോ റസൂലേ? സ്വർഗം കിട്ടുമോ ഹബീബേ? 2 പെൺകുട്ടികൾ. 2 പെൺകുട്ടികളുള്ളവരെന്ന് കൈയുയർത്തിക്ക്. എത്ര പേരുണ്ട്? മാഷാ അല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, ഇസ്നൈൻ, 2 പെൺകുട്ടികൾക്കുള്ളവർക്കും ആ സ്വർഗം ഉറപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗം നസീബാക്കട്ടെ. നിസ്സാര കാര്യമല്ല. വാപ്പാക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന് ആരോടാ? ആൺകുട്ടിയോടാണോ പെൺകുട്ടിയോടാണോ? വാപ്പാക്ക് പറയ്. ആരോടാ? പെൺകുട്ടികളോടാണ്. പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? വാപ്പയോടാണ്. ഒരു കാലഘട്ടത്തില് പെൺകുട്ടി ജനിച്ചാൽ ഏറ്റവും മുഖം കറുത്തിരുന്നത് ആരുടെയാ? വാപ്പാടെയാണ്. അവിടുന്ന് ഇത്രയായപ്പോ 1400 വർഷങ്ങൾക്ക് ഇപ്പുറം ഏറ്റവും കൂടുതൽ ഇഷ്ടം നമുക്കിപ്പം ആരോടായി മാറി? പെൺകുട്ടികളോടായി മാറി. പറയുന്നത് ശരിയാണോ? അല്ലേ? ആണ്. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ പെമ്മക്കളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒന്ന് പരിഗണിക്കും. അവരുടെ കാര്യങ്ങളൊക്കെ വാപ്പയോട് ഭയങ്കര കായിട്ട് വന്നുകൊണ്ട് വാപ്പ അടുത്ത് വന്നിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഒന്നും മക്കൾ പങ്കുവെക്കുക. ആണോ അല്ലയോ? ആണോ. ഉമ്മ അടിച്ചാലും ഉമ്മ എത്ര പ്രയാസപ്പെടുത്തിയാലും അതൊക്കെ വന്ന് സങ്കടമൊക്കെ പറയുക ആരോടാണ്? വാപ്പ ഒരിക്കലും മകളെ അടിക്കൂല, മകളെ കൈവെക്കൂല. അതുകൊണ്ടാണ് ചില പെൺകുട്ടികളൊക്കെ അത് കൂടുതൽ എന്ത് ചെയ്ത് വശമാക്കിയിട്ട് അവർ ഒളിച്ചോടി പോകാൻ തയ്യാറാകുന്നു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം വാപ്പ ചെറുപ്പത്തിലെ കൈവച്ച മകനുണ്ട്, അവൻ വീട് വിട്ട് പുറത്തു പോകത്തില്ല, പെരയ്ക്കകത്ത് തന്നെയാണ്. മറ്റേതെന്താ? വാപ്പ ചെറുപ്പത്തിലെ കൈവച്ചിട്ടില്ല, വാപ്പ അങ്ങനെ ഓമനിച്ച് വളർത്തിയിരിക്കുകയാണ് അവളെ. കാരണം ആ ഓമനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതാണ്. അള്ളാഹു നമുക്കത് നിലനിർത്തുമാറാവട്ടെ. അത് പെൺമക്കൾ അത് മനസ്സിലാക്കണം. എന്റെ മറക്കപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ 14, 15, 20 വയസ്സുള്ള പെൺകുട്ടികൾ അതാണ് മനസ്സിലാക്കണം. ഇന്ന് എനിക്കൊരു ഉമ്മ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. ഇന്ന് എനിക്കൊരു ഉമ്മ, ഇന്നിപ്പം ഞാൻ ഇങ്ങോട്ട് യാത്ര വരുന്ന വഴിയിൽ ഇന്ന് അസറിന് ശേഷം ഒരു ഉമ്മ അയച്ചേരെയാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ത്? എൻ്റെ മറ്റൊരു മകള് ഒരു കുട്ടിയുമായിട്ട്, ഏതാ ഹൈന്ദവ സഹോദരിയായിട്ട്, മുസ്ലിം സമുദായത്തിൽ തന്നെ ആയിക്കോട്ടെ, ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാൻ പറ്റുമോ? പ്രകൃതിപരമായിട്ടും പറ്റൂല. ഇന്നതിന് ഗവൺമെന്റ് പൂർണ്ണ സപ്പോർട്ടാണ്. അങ്ങനെ ജീവിക്കാം. പ്രായപൂർത്തി എത്തിയതാകുന്ന ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ജീവിക്കാം. ഒരു പുരുഷനോടൊപ്പം പ്രേമം തോന്നി ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കാമെന്ന് ഇന്ത്യയിലേതാകുന്ന നിയമം ഇപ്പോൾ അനുശാസിക്കാൻ എത്ര മോശമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇത്തരക്കാർ കൂടി വരികയാണ്. പുരുഷന്മാർ അവരുടെ ലിംഗം വിച്ഛേദിച്ചിട്ട് സ്ത്രീകളുടെ യോനി വിറ്റ് ചെയ്തുകൊണ്ട് നടക്കാൻ, സ്ത്രീകൾ യോനി മാറ്റിയിട്ട് പുരുഷന്റെ ലിംഗം വിറ്റ് ചെയ്തുകൊണ്ട് നടക്കാൻ, എന്നിട്ട് പ്രസവിക്കാറായ തള്ളയെ പോലെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരികയാണ്. നടത്തമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സുനാജ് എത്തിക്കൊണ്ട് വരികയാണ്. മരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തോ പ്രസവ വാർഡിലോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.
നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിക്കാഹു റജുലി അർറജുലാ വനിക്കാഹുൽ മർഅതി അൽ മർഅതാ സദഖ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളത്തെ എണ്ണിയ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ? 1400 വർഷം മുമ്പ് റസൂലുള്ള പറഞ്ഞത് ഇന്ന് ഈ സമുദായം നേർക്ക് നേരെ കാണുകയാണ്. നിക്കാഹു റജുലി അർറജുലാ, പുരുഷന് പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിവാഹ ജീവിതം നയിക്കുന്നതായ തലത്തിലേക്ക് എത്തുമേ ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വനിക്കാഹുൽ മർഅതി അൽ മർഅതാ, സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ലൈംഗികമാകുന്ന ത്വരകൾ തീർക്കുന്നതായ കാലഘട്ടം വന്നാൽ സ്വന്തം കുടുംബങ്ങൾ വിവാഹം ആലോചിക്കുമ്പോ അതിൽ നിന്നെല്ലാം തെന്നിമാറിക്കൊണ്ട് എനിക്കെന്റെ കൂട്ടുകാരിയുമായി വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി സ്ത്രീകൾ പറയുന്നതായ ഒരു കാലഘട്ടം വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് ഈ സമുദായം നേർക്ക് നേരെ കാണുകയല്ലയോ? എത്രയോ സഹോദരങ്ങളാണ് ഈ രീതിയിൽ ലെസ്ബിയനായി ഗേകളായി ജീവിതം തള്ളി നീക്കുന്നത്. നഊദുബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ലേറ്റസ്റ്റ് പരിപാടി എന്താ? പാശ്ചാത്യരാകുന്ന ചിലരുടെ ജീവിതം ഇവിടെ കടമെടുക്കാൻ. ചിലർ പട്ടിയെ വിവാഹം ചെയ്യാൻ, നായെ വിവാഹം ചെയ്തിട്ട് താലിമാല കെട്ടിയിട്ട് ഒന്നിച്ച് കഴിയാൻ. എന്റെ കെട്ടിയവൻ ഇതാന്ന്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ അങ്ങനെയായി മാറി. ചിലരെ നായ വിവാഹം ചെയ്യാൻ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ, മൃഗങ്ങളെ വിവാഹം ചെയ്യാൻ. എവിടെയാണ് ലോകം ഒന്ന് ആലോചിച്ച് നോക്ക്. 6-ാം നൂറ്റാണ്ടിൽ കാടത്ത മനോഭാവത്തോടുകൂടി മരീമസമാകുന്ന ജീവിതം നയിച്ച, മൃഗീയ ജീവിതം നയിച്ച മനുഷ്യനെ ഒരു കയ്യിൽ കള്ളിന്റെ കുപ്പിയും മറുകൈയിൽ പെണ്ണിൻ്റെതാകുന്ന സ്ത്രീത്വവുമായി നടന്നതാകുന്ന മനുഷ്യരെ സംസ്കാരത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവന്ന് സംശുദ്ധമായ ജീവിതം നയിപ്പിച്ച് നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയതാകുന്ന ഒരു സമൂഹമാണ് തിന്മയിലേക്ക്, അധർമ്മത്തിലേക്ക്, അന്ധകാരത്തിന്റെ ആഴിയിലേക്ക് ഇപ്പോൾ ആപസിച്ചു പോകുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ പാതകത്തിലേക്ക് പോവാൻ അപ്പായും ഉമ്മായും ഒക്കെ നിക്കാഹ് നടത്താൻ വേണ്ടി മകൾക്ക് വേണ്ടി കല്യാണാലോചന കൊണ്ടുവരുമ്പോൾ മകള് പറയാണ്, ഞാൻ ഇന്ന കൂട്ടുകാരിയുമായി പ്രണയത്തിനാണ്, അത് നടത്തി തന്നില്ലെങ്കിൽ നാളെ തന്നെ പരശുറാമിന് തലവെക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പരശുറാം എന്ന് പറഞ്ഞാൽ എന്താ? തീവണ്ടിയാണ്. ഇനി അല്ലാതെ ഇത് വിവാദമാക്കണ്ട. പരശുറാമെന്ന് ഉസ്താദ് പറഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാളെ തന്നെ നമ്മുടെ ശബരി എക്സ്പ്രസിന് എന്ത് ചെയ്യും? തലവെക്കും എന്ന് പറയണം. അപ്പൊ ഉമ്മ കേൾക്കുമ്പോ അള്ളാഹു എന്റെ പൊന്നുമോളെ, പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആണോ അല്ലയോ? ആണ്. എവിടെയാണ് എത്തിച്ചേർന്നത്? ദീൻ നമ്മളിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയില്ലയോ? അള്ളാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മാനം കൊടുത്ത, അവർക്ക് സ്ത്രീത്വത്തിന് ബഹുമാനം കൊടുത്ത മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ആദരവായ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടേതാകുന്ന പെണ്ണെ മാന്യമായി വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ വിവാഹം ചെയ്തയച്ചാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു, അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അവൾക്ക് വിജ്ഞാനം കൊടുക്കണം, നല്ല രീതിയിൽ മാന്യമായി ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, വിവാഹം ചെയ്തു കൊടുക്കണം. ഒക്കെ വാപ്പയുടെ മേൽ കടമയായി. വാപ്പാടെ മേൽ പെണ്ണിന്റെ ഉത്തരവാദിത്വം. മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത മതം പരിശുദ്ധ ഇസ്ലാമാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നീട് അവളുടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ആരാണ്? ഭർത്താവാണ്. അവളുടെ കാര്യങ്ങൾ പരിപൂർണമായി ശ്രദ്ധിക്കേണ്ടത്. വാപ്പയിൽ നിന്ന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു, പക്ഷെ അടുത്തൊരു പുരുഷൻ അവിടെ വന്നു. ആരാണത്? ഭർത്താവാകുന്ന നീ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. ഭക്ഷണം നോക്കണം, പാർപ്പിടം നോക്കണം, അവളുടെ വസ്ത്രം നോക്കണം, അവളുടെ സർവ്വകാര്യങ്ങളും ഇനി ശ്രദ്ധിക്കേണ്ടത് നീയാണ്. നോക്കൂ, ഭർത്താവിന്റെ മേൽ ഉത്തരവാദിത്വമായി.
ആ ഭർത്താവ് അവളുടെ കാര്യങ്ങൾ മുഴുവനും നോക്കി അവളൊരു അമ്മയാകുമ്പോൾ ഉമ്മയായി കഴിയുമ്പോൾ അതിലൂടെ ജനിക്കുന്നതാകുന്ന കുട്ടി, ആ കുട്ടി വലുതായി പ്രായപൂർത്തിയെത്തിയ തലമെത്തുമ്പോൾ പിന്നെ അവന്റെ മേൽ ബാധ്യത ഈ പ്രായമായ ഉമ്മയെ നോക്കണം. അവന്റെ മേൽ ബാധ്യതയായി. നോക്കൂ നിങ്ങൾ, ആ ഉമ്മയെ നോക്കിയാൽ നിനക്ക് സ്വർഗം ലഭിക്കുമെന്നും പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹി. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ബദർ യുദ്ധത്തിന് വേണ്ടി പങ്കെടുക്കാൻ സ്വഹാബി വന്നുകൊണ്ട് അനുവാദം ചോദിക്കുകയാണ്. നബിയേ നബിയേ ഇന്നി ഉരീദുൽ ജിഹാദ മഅക യാ ഹബീബല്ലാഹ്. ഹിജറയുടെ 2-ാം വർഷം പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ്. അള്ളാന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ തങ്ങളോടൊപ്പം ഞാനിതാ പരിശുദ്ധമാക്കപ്പെട്ടതായ ധർമ്മസമരത്തിൽ പങ്കെടുക്കാൻ, ബദറിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നു ഹബീബേ. ആദരവായ പ്രവാചകനെ ചോദിക്കുകയാണ്, അഹയ്യുൻ വാലിദതുക, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയേ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, ഫഫീഹാ ജാഹിദ്, നീ ബദർ രണാങ്കണത്തിൽ വന്നുകൊണ്ട് ശത്രുക്കളോട് അടരാടേണ്ടവനല്ല. നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഖിദ്മത്ത് എടുക്കലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ തൃണവൽഗണിച്ച് അവരെ അവഗണിച്ചുകൊണ്ട് വൃദ്ധസദനത്തിലേക്ക് തള്ളിയിട്ടിട്ട് സുഖിമാനായി കഴിയാമെന്ന് കരുതരുതേ ചെറുപ്പക്കാരാ. പ്രവാസ ജീവിതം നയിക്കുന്ന രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. അവരുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു വിലയും നൽകിയിട്ടില്ല എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ? ഇതാ സിനിമാ നടന്മാരും നടിമാരും ഉൾപ്പെടെ ഇതാ വലിയ വിവാദങ്ങളിൽ പെട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. എത്രയോ ആളുകളാണ് ആ വിവാദങ്ങൾക്ക് ഇടയായിട്ടുള്ളത്, എത്രയോ ആളുകളാണ് അതിൽ പെട്ടുപോയിട്ടുള്ളത്. അവരുടേതാകുന്ന പിന്നാമ്പുറങ്ങൾ തേടിക്കൊണ്ട് അവരുടേതാകുന്ന പിന്നിലൂടെ പരിപൂർണമായി അരികുപെത്തിക്കൊണ്ട് നടന്നതായ സമുദായമല്ലയോ? ഒരു നടനെയോ നടിയോ വന്നാൽ അവരുടെ പിന്നിലൂടെയും മുന്നിലൂടെയും നടന്നുകൊണ്ട് അവർക്ക് കാവൽ ഭടന്മാരെ പോലെ നടന്നതായ സമുദായമല്ലേ? അവരുടെ പിന്നിലൂടെ പോകരുതേ, അവരുടെ മുന്നിലൂടെ നടക്കരുതേ, സിനിമകളും സീരിയലും കാണരുതേ എന്ന് ഉലമാക്കൾ ഉദ്ഘോഷിക്കുമ്പോൾ ആ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് നടന്നവരല്ലേ? ഇന്ന് ആ സിനിമാ നടന്മാരും നടിമാരും മുഴുവനും പ്രതിക്കൂട്ടിലല്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് മുതൽ ആളുകൾ ഉരുകുകയാണ്. അനുദിനം ഓരോ നടന്മാർ വന്നുകൊണ്ട് പ്രതിക്കൂട്ടിലേക്ക് അകപ്പെടുകയാണ്. പ്രതീക്ഷിക്കാത്ത പല നടന്മാരും അതിൽ കടന്നു വന്നില്ലയോ? പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഇസ്ലാം സത്യമാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ വ്യതിചലിക്കാൻ പാടില്ല. പർദ്ദ ധരിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ അടുക്കളയിൽ മുസ്ലിം സഹോദരിമാരെ തളച്ചിട്ടു എന്ന് വാദിക്കുന്നതായ നിരീക്ഷണവാദികളില്ലേ, യുക്തിവാദികളില്ലേ? ഇസ്ലാമിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതായ ആളുകളില്ലേ? എവിടെയാണ് അത്തരത്തിലുള്ള ആളുകൾ? അവരെ കാണാനില്ല, പുറത്തേക്ക് കാണുന്നില്ല. ഒരു ചാനലും അത്തരത്തിലുള്ള ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിണ്ടാൻ അവർ തയ്യാറായിട്ടില്ല. കാരണം ഇസ്ലാം പറഞ്ഞത് ഇന്നിതാ പുലരുകയാണ്. ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണേ പെങ്ങളെ. ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് തെറിപ്പിച്ചുകൊണ്ട് നടക്കല്ലേ, കാണിച്ചുകൊണ്ട് നടക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞപ്പോ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞപ്പോ, ആ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് സിനിമാ മേഖലയിലേക്കും സിനിമാ നടിമാരുടെ വസ്ത്രവിധാനത്തിലേക്കും ഒക്കെ കടന്നുപോയതാകുന്ന സഹോദരിമാരല്ലയോ? പർദ്ദകൾ വലിച്ചെറിഞ്ഞവരല്ലേ? തലയിലിട്ട മുഖമക്കന വലിച്ചെറിഞ്ഞവരല്ലേ? അന്യരുമായി കൂടിക്കലരുന്ന രംഗങ്ങളിലേക്ക് പ്രവേശനം പെടുത്തിയതാകുന്ന ആളുകളല്ലേ? ഇന്നിതാ ഇസ്ലാം സത്യമാണ് എന്ന് കാലം വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണ്.
ഇന്ന ദീന ഇൻദല്ലാഹി അൽ-ഇസ്ലാം. അല്ലാഹുവിങ്കൽ ഏറ്റവും സ്വീകാര്യമായ മതം ലോകത്തൊന്ന് മാത്രമാണ്, അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇസ്ലാമാ മുസ്ലിമായ നീ മുഅ്മിനത്തായ പെങ്ങളെ, ഈമാൻ തെറ്റിപ്പോകുന്ന പ്രവണത പാടില്ല, പാടില്ല. നീ നിന്റെ വസ്ത്രവിധാനം ശ്രദ്ധിക്ക്, ഔറത്ത് നല്ലതുപോലെ മറച്ചു നിൽക്ക്, അന്യരാഗത പരപുരുഷന്മാരെ തൊട്ട് മറപാലിക്ക്, പരിപൂർണമായി മറപാലിക്ക്, നല്ലതുപോലെ ശ്രദ്ധ തിരുത്തി ജീവിച്ചാൽ നിനക്ക് സ്വർഗം പുൽകാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഔറത്ത് മറച്ച് നടക്കാൻ പറഞ്ഞത് നിന്റെ സ്വാതന്ത്ര്യത്തിന് എതിരല്ല. നിനക്ക് ഈ ദുനിയാവിലെ തന്നെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ പീഡനങ്ങളിൽ നിന്നും പരിപൂർണമായ സംരക്ഷണം നിനക്കുണ്ടാവണോ, നീ മാന്യമായ വസ്ത്രം ധരിക്കാൻ പരിശുദ്ധ ഇസ്ലാം അനുശാസിക്കുകയാണ്. ഇസ്ലാം നിർദ്ദേശിച്ച അതിനാണ് നീ പർദ്ദയിടാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നീ ഔറത്ത് മറച്ച് നടക്കാൻ പറഞ്ഞത്, അന്യരിൽ നിന്ന് മറവാരിക്ക് നടക്കാൻ പറഞ്ഞതൊക്കെ എന്തിനാ? നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി. ഇന്നിപ്പോ ആളുകൾ അതാണല്ലോ, വെച്ച് കെട്ടിയതാകുന്ന നടിമാരുടെ പിറകെയാണ് ഇപ്പൊ കൗമല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുന്നിലും എന്തിനും എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ കട ഉൾക്കാടിക്കാൻ അവരെ കൊണ്ടുപോകും. ഇടിച്ചിക്കാ പ്ലാമിലൂടെ ഒരു 3 ദിവസം നിങ്ങൾ എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊണ്ട് നടന്നാൽ മതി. 4ന്റെ അന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വർണ്ണക്കട ഉൾക്കാടിക്കാം. അങ്ങനെയാണ് ഇപ്പോൾ. സ്വർണ്ണക്കട ഉൾക്കാടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ ഇപ്പൊ തപ്പിക്കൊണ്ട് കിടക്കുന്നത് ആര്? നമ്മുടെ കൗമ തന്നെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.